എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നോക്കി നമുക്കൊരു വീട് വയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് എപ്പോഴും വയ്ക്കാൻ ശ്രമിക്കുകയുള്ളൂ അല്ലേ. യാതൊരുവിധ കോട്ടങ്ങളും അതിന് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെയാണ് നമ്മുടെ ബോഡിയും. അതായത് നമ്മുടെ ബോഡിയാണ് നമ്മുടെ ആരോഗ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളതിനെ കഴിവതും നല്ല രീതിയിൽ നമ്മളത് പരിപാലിച്ച് കൊണ്ടുപോകണം. അതായത് നമുക്ക് ആവശ്യമായ പഴങ്ങൾ, പച്ചക്കറികൾ എല്ലാം നല്ല രീതിയിൽ നമ്മൾ കഴിക്കണം. നമ്മൾ ആഹാരത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കണം, മസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ അതിൽ നിന്നുള്ള എന്തെല്ലാം വൈറ്റമിൻസ് നമുക്ക് കിട്ടാൻ പറ്റും അതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മളെ ബോഡി നല്ല ഹെൽത്തി ആവും. അപ്പം അത് പോരാഞ്ഞിട്ട് അപ്പോൾ ആ ആഹാരം കഴിച്ചാൽ മാത്രം പോരാ, നമ്മൾ അത്യാവശ്യം നമ്മളെ ബോഡിക്കുള്ള വ്യായാമം കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കും. ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ കൊടുക്കുന്നതാണ്. വൈകിട്ട് കയ്യിലും മതി. എന്നാൽ പോലും നമ്മൾ മോർണിംഗിന് കൊടുക്കുന്ന എക്സസൈസാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അതാണ് അടുത്തത്. അടുത്ത കാര്യം, അടുത്തത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമുണ്ട്. ചില ആൾക്കാർക്കുണ്ട് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റില്ല. പിന്നെ അവർ എന്തെങ്കിലും കിടന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടും അല്ലേ. അപ്പോൾ അത് നമ്മൾ നല്ല പോലെ നിയന്ത്രിക്കാൻ പറ്റണം. അത് നമുക്ക് വളരെ ബാഡായിട്ടൊരു കാര്യമാണ്. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്കണ്ഠ, ചിന്ത, ഇതൊക്കെയാണ്. എപ്പോഴും നമ്മളെന്താണ് നമ്മളെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എപ്പോഴും ചിന്തയും നമുക്ക് എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം വരുമാനം കുറവുള്ളവരാണെങ്കിൽ കൂടുതലും എപ്പോഴും നാളത്തെ കാര്യത്തേക്ക് കുറിച്ചൊക്കെ അങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിന് അത് ദോഷമായിട്ടേ വരുള്ളൂ. നമ്മൾ എപ്പോഴുള്ള ചിന്ത, ഉത്കണ്ഠ, അപ്പോൾ അതൊക്കെ നമ്മൾ സ്വയം തന്നെ അത് മാറ്റി നിർത്തിയാലേ പറ്റൂ. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതാണ് മടി, അലസത. ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല. എപ്പോഴും ഇങ്ങനെ മടിച്ച് കയറിയിരിക്കുക, അലസത. പക്ഷെ പണം ഉണ്ടാകണം, പക്ഷെ പണം ഉണ്ടാക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതായത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊരു തോന്നൽ ഉള്ളവർക്കാണ് കൂടുതലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അതൊന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.